എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം. ജ്യോതിഷം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ജീവിതത്തിന് ഉതകുന്ന വിധം ഒരു വലിയ ശാസ്ത്രമാണ്. ഇത് 2025 മുതൽ ശനി നിങ്ങളുടെ രാശിയിൽ വന്ന് സമമായിട്ട് ഇരിക്കാൻ പോവുകയാണ്. ആയതിനാൽ ശനിയുടെ നോട്ടം നിങ്ങളുടെ രാശിയിലിരുന്ന് 3-ാമത് വീട്, 7-ാമത് വീട്, 10-ാമത് വീട് നോക്കുന്നുണ്ട്. 2.5 വർഷമായി 7ര ശനിയുടെ വിരയശനിയുടെ കാലം കഴിഞ്ഞ് നിങ്ങൾ ജന്മശനിയിലോട്ട് അടിയെടുത്ത് വയ്ക്കുകയാണ്. വളരെയധികം രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ കഴിവുള്ളവരും സമയവും സന്ദർഭവും നോക്കി കരുക്കൾ നീക്കാൻ കഴിവുള്ളവരുമാണ് മീനരാശിക്കാർ. പൂരുരുട്ടാതി 4-ാമത് പാദം മാത്രമാണ് മീനരാശിയിലെ. പൂരുരുട്ടാതി 4-ാമത് പാദവും ഉത്രട്ടാതി 4 പാദവും രേവതി 4 പാദവും ചേർന്നതാണ് മീനരാശിക്കാർ. നല്ല മുഖലക്ഷണമുള്ള മീനരാശിക്കാർ ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ യാതൊരു പ്രവൃത്തിയും അവരുടെ നെഞ്ച് വെട്ടി പൊളന്നു നോക്കിയാലും ആർക്കും കാണാൻ പറ്റുകയില്ല. ആരെടുത്തും മനസ്സ് വിട്ട് സംസാരിക്കുകയോ അത്ര ഇടപഴകുകയോ ചെയ്യാത്തവരാണ് മീനരാശിക്കാർ. ഒരു പേടി സ്വഭാവമുള്ളതുപോലെ വെളിയിൽ മറ്റുള്ളവർക്ക് തോന്നും. മീനരാശിക്കാർ പൊതുവെ വെളിയിൽ ആചാരാനുഷ്ഠാനങ്ങളും ദൈവഭക്തിയും മറ്റ് മത സംബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നവരാണ്. എന്നാൽ അവരുടെ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. പൊതുവെ 7ര ശനി, കണ്ടകശനി, അർത്ഥാഷ്ടമശനി, അഷ്ടമശനി എന്നിവ നടക്കുമ്പോൾ ബാധിക്കപ്പെട്ട ആൾക്കാർക്ക് ചില സമയം ദൈവമില്ലെന്ന് തന്നെ തോന്നും. പുതിയ ആഭരണങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ എപ്പോഴും ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് മീനരാശിക്കാർ. മീനരാശിക്കാർ ജനിക്കുമ്പോൾ തന്നെ വളരെ ജാഗ്രതയോടെ ഇരുന്ന് ജീവിക്കുന്നവരാണ്. മീനരാശിയിൽ ഭൂരിഭാഗം പേരും മറ്റുള്ളവരുടെ വേറെ ആരെങ്കിലും ഒരു വ്യക്തിയുടെ സഹായം മൂലം ജീവിതത്തിൽ മുന്നേറുന്നവരാണ്. ചിലപ്പോൾ മറ്റുള്ളവരുടെ സ്വത്തോ പണമോ അപഹരിച്ച് ജീവിതത്തിൽ മുന്നേറ്റം കാണുന്നവരും ഉണ്ട്. എന്നാലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചരിവുകളും താഴ്വുകളും സന്ധിക്കേണ്ടി വരും. 12-ാം ഇടത്തിൽ ശനി വന്നപ്പോൾ നിങ്ങളെ ഉറങ്ങാൻ പോലും വിടാതെ ജോലി തന്ന് നിങ്ങളുടെ മനസ്സ് മടുപ്പിച്ച ആ സന്ദർഭം പോയി. ഇപ്പോൾ രാശിയിലോട്ട് ശനി വരികയാണ്. ജോലി സ്ഥലങ്ങൾ മാറി മാറി ഈ സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് വേറെ ഒരു കമ്പനിയിലോട്ട് മാറുകയും അവിടെയും ചെന്ന് ജോലി ചെയ്തതിനു ശേഷം അവിടെയും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ മാറി മാറി ജോലി ചെയ്ത സന്ദർഭങ്ങളാണ് 12-ാം ഇടത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ശരീരസുഖമില്ലാത്തത് കൊണ്ട് ആശുപത്രിയിൽ കയറി ഇറങ്ങി നടന്നവരും ഒരുപാട് പേരുണ്ട്. പല്ലുവേദന, പല്ല് പുഴുവെടുത്ത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂലം കഷ്ടപ്പെട്ടവരും ഒരുപാട് പേരുണ്ട്. വയറ് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ചെറുതായിട്ട് അൾസർ പ്രോബ്ലം ഉള്ളവർ, വായു പ്രോബ്ലം ഉള്ളവർ, ഗ്യാസ്ട്രിക് പ്രോബ്ലം, പിന്നെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പുളിച്ച ഏമ്പക്കം വന്നിട്ടിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള തൊല്ലകൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ചതാണ്. അച്ഛനുമായി വഴക്കിട്ട് പിരിഞ്ഞ് നിൽക്കുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ട്. നിങ്ങൾക്ക് ചെലവുകൾ കൈ കടങ്ങാതെ പോകുന്ന സന്ദർഭങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് മീനരാശിക്കാർ നൈറ്റ് ഡ്യൂട്ടി നോക്കേണ്ട കാലഘട്ടം വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ടുള്ള ജോലിയായിരുന്നു, പകലായിരുന്നു ഡ്യൂട്ടി. പെട്ടെന്ന് നിങ്ങളെ നൈറ്റ് ഡ്യൂട്ടിയിലേക്ക് മാറ്റുകയും അതുമൂലം നിങ്ങളുടെ ആരോഗ്യാവസ്ഥ ചെറുതായിട്ട് ബാധിക്കുന്ന ഒരു സന്ദർഭവും ഉണ്ടായിട്ടുണ്ട്. ആരോടെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ പോയി കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭവും ഉണ്ടായിട്ടുണ്ട്. ആരെയെങ്കിലും നമ്മൾ വിശ്വസിച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യം അയാൾ ഉടനെ തന്നെ അവരുടെ അടുത്ത് പോയി പറയുകയും അത് സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്ത് മനസ്സ് വിഷമിച്ചിരിക്കുന്നവരുമാണ് കൂടുതൽ. കുടുംബത്തിൽ ഒരു സമാധാനമില്ലായ്മ നടമാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. മൊത്തത്തിൽ ജീവിതത്തിൽ സുഖം കുറയുകയും സ്നേഹിച്ചവർ വിട്ടുപോവുകയും ചെയ്ത ഒരു സാഹചര്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അയൽപ്പക്കക്കാരുമായിട്ടുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, ഇങ്ങനെ നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾ ഒരുപാട് പറയാൻ തന്നെ ഉണ്ട്. ഇതിൽ ചെറിയ ആക്സിഡൻറ്റുകൾ നടന്ന്
എല്ല് ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടന്നവരും ഇപ്പോൾ കിടക്കുന്നവരും ഉണ്ട്. അസുഖങ്ങൾ വരുമ്പോൾ വൈദ്യസഹായം തേടുമ്പോൾ ശരിയായിട്ടുള്ള വൈദ്യസഹായം കിട്ടാതെ പോകുന്നവരുമുണ്ട്. ഇതിൽ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം, ഒരാളെ ശനി പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങൾക്ക് ശരിയായിട്ടുള്ള ഡോക്ടറെ നമുക്ക് കിട്ടുകയോ അല്ലെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെയുള്ള ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഡോക്ടറിൽ നിന്നും നമുക്ക് കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് വൈദ്യസഹായം കിട്ടുകയോ നമുക്ക് ചെയ്യാറില്ല. അത് നമ്മളുടെ സമയം കൊണ്ട് നടക്കുന്നതാണ്. പോലീസ്, പട്ടാളം ആകിയ ജോലികളിൽ ഉള്ള മീനരാശിക്കാർ ഈ കഴിഞ്ഞ 2.5 വർഷക്കാലം രാവും പകലും ഇടവിടാതെ ജോലി ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമൂലം നിങ്ങളുടെ ആരോഗ്യാവസ്ഥയും ബാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കാലഘട്ടത്തിൽ വിവാഹം സംസാരിച്ച് ഉറപ്പിച്ച് വിവാഹത്തിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നവരും ഉണ്ട്. പ്രേമിച്ച് വീട്ടിലറിഞ്ഞ് വീട്ടുകാർ ഇനി ഇവനെ സുമ്മാതെ വിടാൻ പാടില്ല, അല്ലെങ്കിൽ ഇനി നമ്മളുടെ മോളെ സുമ്മാതെ വിടാൻ പാടില്ല, ഉടനെ തന്നെ കല്യാണം നടത്താമെന്നും പറഞ്ഞ് പ്രേമിച്ചവരെ തന്നെ സംസാരിച്ച് ഉറപ്പിച്ച് കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് വിവാഹം ഉറപ്പിച്ചവരും ഇക്കൂട്ടത്തിൽ വളരെയധികം പേരുണ്ട്. ഈ കഴിഞ്ഞ 2.5 വർഷത്തിൽ ഒരുപാട് മീനരാശിക്കാർ വിവാഹം കഴിച്ചവരുമുണ്ട്. ഈ പറയുന്ന എല്ലാ കാറ്റഗറിയിലും ഉള്ളവർ നിങ്ങളുടെ ജീവിതം ത്യാഗം ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം സന്തോഷകരമായിരിക്കുകയുള്ളൂ എന്നുള്ള സത്യം ഞാൻ പറയുകയാണ്. വിദേശത്ത് നിൽക്കുന്നവർ ജോലി കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ ജോലി ഇല്ലാത്തതിനാലോ തിരിച്ച് നാട്ടിലോട്ട് വരാമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് നിൽക്കുന്നവരും ഉണ്ട്. വിദേശത്ത് പോയി ജോലി ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരും വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നവരും വിദേശത്ത് പോയി പഠിക്കുവാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നവരും ഈ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. വിദേശ യാത്രയ്ക്ക് പോകുമ്പോൾ, അത് പ്രത്യേകിച്ച് ജോലിക്കാകെ പോകുമ്പോൾ ഒന്നുകൂടി നല്ലോണം ആലോചിച്ച് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ തയ്യാറാവുക. ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫറുകൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പരിസ്ഥിതിയിലോട്ട് മാറാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാലം തെളിയിക്കും. എന്തായാലും 7ര ശനി എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ മിനിമം 3 പ്രാവശ്യമെങ്കിലും നമ്മൾ സന്ധിക്കേണ്ടി വരും. അതിൽ നിങ്ങൾ ഇപ്പോൾ 7ര ശനിയുടെ ചിലപ്പോൾ 1ാമതായിരിക്കാം, 2ാമതായിരിക്കാം, ചിലപ്പോൾ 3ാമത് പ്രാവശ്യമായിരിക്കാം. അതിൻ്റെ മധ്യഭാഗത്തുള്ള ജന്മശനിയിലോട്ട് കാലെടുത്ത് വെക്കുകയാണ്. ആദ്യം തന്നെ ശനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാൽ നിങ്ങളുടെ ധൈര്യം, വീര്യം, സാഹസമെല്ലാം കുറയ്ക്കും. നിങ്ങളുടെ ആത്മധൈര്യം ചോർന്നു പോകുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അതുപോലുള്ള പ്രശ്നങ്ങൾ, അതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ മീനരാശിക്കാർ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതും ആരോടും പറയത്തില്ല, ആർക്കും കണ്ടുപിടിക്കാനും സാധിക്കില്ല എന്നുള്ള ഒരു നഗ്നസത്യം ഞാൻ മുമ്പേ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ 7ര ശനിയിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ലയോ അതെല്ലാം നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു വച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ ആയിരുന്നാലും മറ്റ് ജോലി ചെയ്യുന്നവരായിരുന്നാലും ദിവസ കൂലിക്ക് ജോലി ചെയ്യുന്നവരായിരുന്നാലും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരുപാട് ജോലി നിങ്ങളുടെ തലയിൽ ഏറ്റി വെക്കും. അത് നിങ്ങൾ ചെയ്ത് തന്നെ തീർക്കണം. അപ്പോൾ ഈ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ തലയിൽ നിങ്ങളെ മുഖസ്തുതി ചെയ്തിട്ട് അധികമായിട്ട് ജോലി തന്നിട്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ ശമ്പളം പഴയതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ സ്ഥലത്ത് നിങ്ങൾ മനസ്സ് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് എതിർത്ത് സംസാരിക്കാൻ പോകരുത്, എതിർത്ത് സംസാരിച്ചിട്ടോ ഫലമില്ല. നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കുക. വരും കാലത്ത് അതിന് തക്കതായ പ്രതിഫലം തീർച്ചയായിട്ടും കിട്ടും. ഈ ജന്മശനി സമയത്ത് വരുമാനത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ അനുവദിക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ അളവിന് അധികമായിട്ട് കടം വാങ്ങിയ മീനരാശിക്കാരും ഉണ്ട്. അത് എങ്ങനെ കൊടുത്തു തീർക്കണം എന്ന് ആലോചിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. പൊതുവേ എടുത്തു പറയാൻ പോവുകയാണെങ്കിൽ മീനരാശിക്കാർക്ക് 50 വയസ്സിന് താഴെയുള്ളവർക്ക് അത്രയ്ക്കൊന്നും വലിയ കുഴപ്പങ്ങൾ 7ര ശനി തരില്ല. അത് നിങ്ങൾക്ക് 7ര ശനി ആണോ എന്ന് പോലും തോന്നാതെ ഈ കാലഘട്ടം കടന്നു പോകും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന്, നിങ്ങളുടെ ശരീരസുഖത്തിന് മുൻഗണന കൊടുത്ത് പ്രവർത്തിക്കണം. ഏതെങ്കിലും ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും നിങ്ങൾ വൈദ്യസഹായം തേടണം. മുഖ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കൈവൈദ്യം എന്ന് വെച്ചാൽ വീട്ടുവൈദ്യം ഉപയോഗിച്ച് സമയം കളയരുത്. ഭാര്യാഭർത്തൃ ബന്ധം പരിപാവനമായി കാത്തു സൂക്ഷിക്കാൻ
നിങ്ങൾ 100% തയ്യാറായിരിക്കണം. അത് ഭാര്യയായാലും ഭർത്താവായാലും. മീനരാശിക്കാരുടെ പ്രേമം ഇപ്പോൾ തന്നെ ആടി ഉലഞ്ഞു തന്നെ നിൽക്കുകയാണ്. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. പണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പണം മൂലം ബിസിനസ് ചെയ്യുന്നവരായാലും, പണയമൊക്കെ വെച്ച് കാശ് കൊടുക്കുന്നവരായാലും, ബാങ്ക് പോലുള്ള കാര്യങ്ങൾ നടത്തുന്നവരായാലും, പണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. സാധാരണയായിട്ട് നിങ്ങളുടെ ഇൻഡിവിജ്വൽ പേഴ്സൺസ് ആർക്കെങ്കിലും പണം കടം കൊടുക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം കൊടുക്കേണ്ടത്. പ്രമേഹം, ഷുഗർ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആഹാരക്രമത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഏത് ആഹാരങ്ങൾ നിങ്ങൾക്ക് കഴിച്ചുകൂടാ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി മുന്നേറണം. നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക പഴക്കം എന്ന് പറഞ്ഞാൽ കപ്പയും മീനും, കപ്പയും ബീഫും ഒക്കെ കഴിക്കുന്നതാണ്. ഈ കപ്പയിൽ 70% ഷുഗറാണ്. അപ്പോൾ നിങ്ങളത് അതുപോലുള്ള ആഹാരങ്ങൾ തികച്ചും നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊരു വൈരാഗ്യത്തോടെ തന്നെ മുന്നേറണം. കഴിവതും നിങ്ങളുടെ കാലിൽ ഒരു ഷൂ ഇട്ട് ഈ കാലഘട്ടം മുന്നേറുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മീനരാശിക്കാർ, നിങ്ങൾ വീട് എത്ര വലിയ വീടായാലും ചിലർ തറയിലൊരു ചെറിയ ഒരു തുണി വിരിച്ച് അതിൻ്റെ പുറത്ത് കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഒത്തിരി പേര് ചെയ്യുന്നതാണ്. മീനരാശിക്കാർ ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ തണുപ്പ് തറയിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ബാധിക്കുന്നതിന് ഇടയാകും. അയൽപ്പക്കക്കാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരോ മീനരാശി സ്ത്രീകളോട് നിങ്ങളുടെ സ്വർണം ഒന്ന് തരൂ, ഞാനൊന്ന് കല്യാണത്തിന് ഇട്ടിട്ട് പോയിട്ട് വരാം, ഇല്ലെങ്കിൽ എൻ്റെ ബന്ധു വീട്ടിലോട്ട് പോവുകയാണ്, അവിടെ ഒന്ന് ഇട്ടിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. ചിലപ്പോൾ അത് തിരിച്ച് നിങ്ങളുടെ കയ്യിൽ വരുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മീനരാശിയിലുള്ള സ്ത്രീകൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, നിങ്ങളുടെ വീടും നിങ്ങളുടെ കയ്യിലുള്ള പണവും സ്വർണവും എന്നുവേണ്ട സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഒരു ശ്രദ്ധയിൽ എപ്പോഴും സംരക്ഷണത്തോടു കൂടി നിങ്ങൾ വെച്ചിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പെൺകുട്ടികളുടെ പാതയിൽ ഒരു 13 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെ ആയിട്ടുള്ള വിവാഹമാകാത്ത പെൺകുട്ടികളുടെ പാതകൾ കല്ലും മുള്ളും മാത്രമല്ല ഒരുപാട് വിഘ്നങ്ങൾ നിറഞ്ഞതായിരിക്കും. വളരെയധികം ശ്രദ്ധിച്ച് മുന്നേറണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികൾ, ഇപ്പോഴത്തെ നമ്മളുടെ നാട്ടിലെ ട്രെൻഡ് എന്ന് പറയുന്നത് 13 വയസ്സിൽ തന്നെ ബൈക്ക് ഓടിക്കുക, സ്വന്തം അച്ഛനും അമ്മയും തന്നെ താക്കോലെടുത്ത് കയ്യിൽ കൊടുക്കുക, അവർ പറപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. മീനരാശിക്കാർ ഇപ്പോൾ തന്നെ നിറയെ പേര് ആക്സിഡൻ്റായി കൈകാലൊടിഞ്ഞ് കിടക്കുന്നവരുണ്ട്. ഇനിയും കുട്ടികൾക്ക് ബൈക്ക് എടുത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ വളരെ സ്പീഡ് കുറച്ച് ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കണം. രാത്രി കാലങ്ങളിൽ നിങ്ങൾ വണ്ടി എടുത്തിട്ട് എവിടെയും പോകാൻ പാടില്ല. മീനരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മുതിർന്നവരായാലും പോകരുത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലിരുന്നാലും ചില സമയം ആർക്കെങ്കിലും ഒരു അസുഖം, നമ്മുടെ കുറച്ച് ദൂരത്തുള്ള ആരെങ്കിലും ഒരു ബന്ധുക്കൾക്ക് സുഖമില്ലെന്നോ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും എമർജൻസി ആണെന്നോ, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആർക്കെങ്കിലും സുഖമില്ലെന്ന് പറഞ്ഞ് രാത്രി മരുന്ന് വാങ്ങിക്കാനോ എന്നും പറഞ്ഞ് നമ്മൾ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് പുറപ്പെടും. കാരണം ഒരു എമർജൻസി എന്ന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ പുറപ്പെട്ട് പാതി വഴിയിൽ പോകുമ്പോഴായിരിക്കും ചിലപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ സെൽഫ് ഡ്രൈവ് ചെയ്ത് പോകാതിരിക്കുക, കൂടെ ആരെയെങ്കിലും കൂട്ടിയിട്ട് താൻ പോകണം. ഈ കാലഘട്ടത്തിൽ മീനരാശിക്കാർ ചെയ്യേണ്ട ഒരു മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വാക്ക് കൊടുക്കുകയോ, ഞാനിത് ചെയ്യാം, ഇല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഈ സാധനം നിനക്ക്, ഈ ഭൂമി നിനക്ക് കൈയെഴുത്തിട്ട് തരാം, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി സാക്ഷി കൈയെഴുത്തിടാനായിട്ട് നിങ്ങൾ പോകാനേ പാടില്ല. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചൂതയ്ക്ക് ഉരുളി കൊടുക്കേണ്ടി വരും. എപ്പോഴെല്ലാം വ്യാഴൻ കർക്കിടക രാശിയിൽ വരുന്നു അപ്പോഴെല്ലാം മീനരാശിക്ക് 7 ശനിയിൽ നിന്നും വിമുക്തമായതുപോലെ ഒരു നല്ല ഒരു ഫീലിംഗ് ഉണ്ടാവും. മീനരാശി അച്ഛനും അമ്മയും ഉള്ളവർ, അച്ഛനമ്മമാർ മീനരാശിക്കാരായിട്ടുള്ളവർ, നിങ്ങളുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാതെയോ അല്ലെങ്കിലോ ഏതെങ്കിലും ഒരു രീതിയിൽ അവർ
തെറ്റായിട്ടുള്ള വഴികളിൽ സഞ്ചരിക്കാൻ സാഹചര്യങ്ങൾ കൂടുതലാണ്. മീനരാശിക്കാർ ഏതൊരു ജോലി ചെയ്താലും അതിലെ ഒരു അർപ്പണിപ്പ് മനോഭാവത്തോടും നിങ്ങളുടെ മൊത്തം കഴിവുകളും എടുത്ത് അത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വിജയം നിശ്ചയം. അതിലെ മീനരാശിക്കാർ കലാകാരന്മാർ ഇപ്പോൾ 2-2.5 വർഷമായിട്ട് നിങ്ങളുടെ മനസ്സും ദേഹവും ഒക്കെ ബാധിച്ചിരിക്കുന്ന സമയമാണ്. ഇനിയും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ 100% അർപ്പണിപ്പ് ബോധത്തോടെ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചാൽ ഇപ്പോഴും ഈ കാലയളവും നിങ്ങൾക്ക് നല്ലതായിരിക്കും, വരും കാലയളവും നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. പുതിയതായിട്ട് വീട് കെട്ടാനായിട്ട് ആരംഭിക്കുന്നവരും ഇപ്പോൾ ഓൾറെഡി ആരംഭിച്ചവരും ഒക്കെ ഉണ്ട്. ഇനി ആരംഭിക്കാൻ പോകുന്നവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ മകനോ മകളോ ആരെങ്കിലും നല്ല സമയമുള്ളവർ എന്ന് വെച്ചാൽ ശനിയുടെ പിടിയിലല്ലാത്തവർ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ വീട് വെച്ച് ആരംഭിക്കുകയും നിങ്ങളുടെ കയ്യിൽ തന്നെ തുകയും ഉണ്ടെങ്കിൽ മാത്രം വീട് വെച്ച് ആരംഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻ. കൂടുതൽ കടം വാങ്ങി സഹായങ്ങൾ വാങ്ങി വീട് വെക്കാതിരിക്കുക. പുതുതായിട്ട് വാഹനങ്ങൾ വാങ്ങിക്കാൻ തോന്നും. ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ വാഹനങ്ങൾ വാങ്ങിക്കാതിരിക്കുന്നതാണ് വളരെ വളരെ നല്ലത്. കുറച്ചു കാലം പോട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. വിദേശത്ത് നിൽക്കുന്നവർ നിങ്ങളുടെ ശമ്പളം മുഴുവൻ നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഭാര്യയെ മുഴുവനും വിശ്വസിച്ച് നിങ്ങൾ ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കഴിവതും നിങ്ങൾക്ക് വീട്ടിന് ആവശ്യമുള്ള ചെലവിനുള്ള കാശ് മട്ടും അയച്ചു കൊടുത്ത് ബാക്കി നിങ്ങൾ തന്നെ സംരക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുക. വളരെയധികം ജാഗ്രതയോടും കൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് മീനരാശിക്കാർക്ക് ഈ 2.5 വർഷക്കാലം. ഈ 2025 മുതൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർ ചോദിക്കും 2025 എപ്പം മുതൽ എന്നുള്ളത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇതിൻ്റെ കണക്ക്. തിരുക്കണിത പഞ്ചാംഗത്തിൻ്റെ കണക്കനുസരിച്ച് 2025 മാർച്ച് 28 നിങ്ങൾക്ക് 7 ശനിയുടെ വിരയശനി തീർന്ന് ജന്മശനി ആരംഭിക്കും. വാക്യ പഞ്ചാംഗത്തിൻ്റെ കണക്കനുസരിച്ച് 2026 ഫെബ്രുവരി 5 നിങ്ങൾക്ക് 7 ശനിയുടെ 1ാം ഘട്ടമായ വിരയശനി തീർന്ന് ജന്മശനിയിലോട്ട് ശനി വന്ന് നിൽക്കും. എന്ന് വെച്ചാൽ കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് ശനി വരുന്ന കാലഘട്ടമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് 2025 തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നേറണമെന്നാണ് എൻ്റെ അഭിപ്രായം. 2025, 26, 27 കാലഘട്ടങ്ങളാണല്ലോ നിങ്ങൾക്ക് ഈ കാലഘട്ടം. അതിനിടയിൽ 3 പ്രാവശ്യം വ്യാഴം സ്ഥാനം മാറുന്നുണ്ട്. അപ്പോൾ 2026 നിങ്ങൾക്ക് കുറച്ച് അധികം നന്മകൾ നടക്കുന്ന ഒരു വർഷമായിട്ട് കരുതാം. മീനരാശിക്കാർക്ക് 2025 മുതൽ നിങ്ങളെ തന്നെ ഒരു സംരക്ഷണ വലയത്തിനുള്ളിൽ വെച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വലിയ കാലഘട്ടം തന്നെയാണ്. എല്ലാം നല്ലതേ നടക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി മീനരാശിക്കാർ മുന്നേറുക. പ്രത്യേകിച്ച് തൊഴിൽ, വ്യാപാരം, ബിസിനസ്സുകൾ, ഏതെങ്കിലും കടയൊക്കെ ആരംഭിക്കുന്നവർ ഉടനെ തന്നെ കയ്യിലിരിക്കുന്ന എല്ലാ കാശും ചിലവാക്കി നിങ്ങളത് ആരംഭിക്കാൻ പാടില്ല. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. മാക്സിമം 5 lakhs, 3 lakhsക്കുള്ള നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മാക്സിമം 5 ലക്ഷം രൂപയ്ക്ക് മേലെ നിങ്ങൾ ചെലവ് ചെയ്ത് യാതൊരുവിധ സംരംഭങ്ങളും ആരംഭിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ആരംഭിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും ഓപ്പോസിറ്റായിട്ടുള്ള ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക. 50 ലക്ഷം, 1 കോടി എന്നിങ്ങനെയൊക്കെ ചിലവാക്കി നിങ്ങൾ എന്തെങ്കിലും ആരംഭിക്കുന്നത് നല്ലതല്ല. മീനരാശിക്കാരുടെ പൊതുവരുമാനം, നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കാശ്, അത് 2ആയിട്ട് പിരിഞ്ഞു പോകാൻ നിങ്ങൾ ഒരു ചാൻസ് ഉണ്ടാക്കരുത്. ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ പൊതുവായിട്ട് മീനരാശിക്കാർക്ക് ഉള്ളതാണ്. അതും ഇപ്പോഴുള്ള ഗ്രഹനിലകൾ നോക്കുമ്പോൾ 2ാമത് വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ അതാണായാലും പെണ്ണായാലും 2ാമത് ഒരു വ്യക്തിയോട് ബന്ധം പുലർത്താനോ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. നിങ്ങളുടെ സമയവും സന്ദർഭവും എല്ലാം നിങ്ങൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുന്നത് വളരെ നന്നാണ്. പൊതുവായിട്ട് എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു ചിന്താഗതിയാണ്, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ നല്ല പച്ചയാണെന്ന് തോന്നും. ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു നോക്കുമ്പോഴാണ് നമ്മൾ നിന്ന സ്ഥലം ഇതിനേക്കാൾ പച്ചയാണെന്ന് നമുക്ക് തോന്നുന്നത്. വീണ്ടും പറയുകയാണ്, 1ാമതും 2ാമതും നടക്കുന്ന 7 ശനിക്കാർക്ക്
എന്ന് വെച്ചാൽ ഏകദേശം ഒരു 40-45 വയസ്സ് വരെ ഉള്ള മീനരാശിക്കാർക്ക് അത്രയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ വളരെ സാധാരണമായിട്ട് തന്നെ ഈ കാലഘട്ടം കടന്നു പോകും. ഈ 7.5 ശനി സമയത്ത് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന മീനരാശിക്കാരും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ജാതകത്തിലെ ശനി എവിടെ ഇരിക്കുന്നു എന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ, ശനി നല്ല സ്ഥലങ്ങളിലിരുന്നാൽ നല്ല ഫലങ്ങൾ കൂടുതലായി സംഭവിക്കും എന്നുള്ളതിൽ യാതൊരുവിധ മാറ്റവുമില്ല. എന്തായാലും മീനരാശിക്കാരുടെ ജീവിതം ഈ 2.5 വർഷം സാധാരണമായി തന്നെ മുന്നോട്ട് പോകും. എന്നാലും എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയോട് കൂടി നിങ്ങൾ മുന്നേറണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും എല്ലായ്പ്പോഴും നന്മകൾ മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.